ഇന്നത്തെ വീഡിയോ കൺസീൽഡ് ഫ്ലഷ് ടാങ്കിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കുറേ സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്, ഈ വാൾമോഡ് ക്ലോസറ്റ് കാണുന്ന സമയത്ത് ഈ ഫ്ലഷ് ടാങ്ക് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് വെക്കുക എന്നുള്ള രീതിയിലൊക്കെ കുറേ ആളുകൾ ചോദിക്കാറുണ്ട്. ഇതെങ്ങനെയാണ് ടൈലിൻ്റെ ഉള്ളിൽ ഇത് ഫ്ലഷ് ടാങ്ക് നിൽക്കുമോ, ഇത് വലിയ സാധനമാണോ, അങ്ങനെ കുറേ സംശയങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സൈറ്റിൽ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വറിൻ്റെ ഫ്ലഷ് ടാങ്കാണ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ആളുകൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ ആൾക്കാരെ സംശയങ്ങൾ ഉണ്ടാവും, ഇത് കാണുമ്പോൾ തന്നെ കുറേയൊക്കെ മാറി കിട്ടും. അപ്പോൾ ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വറിൻ്റെ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള കമ്പനിയാണ് ഈ ജാഗ്വർ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ ടൈലിടുന്നതിന് മുമ്പുള്ള കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ ബോഡി, അതേപോലെ അതിൻ്റെ സ്ക്രൂ, വാഷർ അങ്ങനത്തെ സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ ഫസ്റ്റ് കിട്ടുന്നത്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റംസ്. ഇതാണ് നമ്മളെ ഫ്ലഷ് ടാങ്ക്. വെയിറ്റുള്ള സാധനമാണ്. ഇത് നമ്മളെ 4 ഇഞ്ചിൻ്റെ പൈപ്പിലേക്ക് കൊടുക്കുന്ന ഫിറ്റിങ്സ് ആണ്. നമ്മൾ 4 ഇഞ്ചിൻ്റെ പൈപ്പ് പുറത്തേക്ക് ഇടുന്ന സമയത്ത് ഇതിലേക്കാണ് അത് കണക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ താരം. ഈ വല എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ വെച്ച് തേക്കാൻ വേണ്ടിയിട്ട്, പരിക്കം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വല ഉള്ളത്. ഇതാണ് നമ്മളെ പുറത്തേക്ക് വരുന്നത്. ഞാൻ ആദ്യം കാണിച്ചു തന്ന സാധനമാണ്. ഇതിലേക്കാണ് നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ടൈലിട്ട് കഴിഞ്ഞാൽ ആ ഒരു സാധനം മാത്രം പൊന്തിയിട്ട് കാണാം. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ പ്ലേറ്റ് ഇടുക. അപ്പോൾ ഇതാണ് ഈ 2 ഹോൾസ് എന്ന് പറയുന്നത് നമ്മളെ വാൾമൗണ്ട് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഹോൾസിൻ്റെ ഒരു സംഭവമാണ്. ഇതിൽ നമ്മൾ ടൈറ്റ് ആക്കിയതിന് ശേഷം അതിലേക്കാണ് നമ്മൾ വാൾമൗണ്ട് ക്ലോസറ്റ് കണക്ട് ചെയ്യുക. നല്ല ഹെവി GI തന്നെയാണ്, പക്ഷേ നല്ല ഫിനിഷിങ് പെയിൻറ്റിങ് ഒക്കെയാണ്. അപ്പോൾ തുരുപിടിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഹെവി മെറ്റീരിയലാണ്. ഈ ജാഗ്വറിൻ്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ഹാഫ് ഫ്രെയിമും ഉണ്ട്, അതേപോലെ ഫുൾ ഫ്രെയിമും ഉണ്ട്.